Dear students, welcome to CE 303 Structural Analysis 2 class. So, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാനിസ് മെത്തേഡ് ആണ്. So, next problem. Analyze the frame shown in figure by Canis method. So, this is our question. So, first we need to check whether the frame is a sway frame or non-sway frame. Okay. So, ഇവിടെ A, B, C, D എന്ന ഫ്രെയിമിനകത്ത് ഒരു കോളത്തിനകത്ത് ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. അതുപോലെ എ ബിയുടെ ലെങ്ത് 3 മീറ്റർ ആണ്, സി ഡിയുടെ ലെങ്ത്തും 3 മീറ്റർ തന്നെയാണ്. ദെൻ സപ്പോർട്ട് എ സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, ഡി സപ്പോർട്ട് ഓൾസോ ഫിക്സഡ് സപ്പോർട്ട് ആണ്. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യാസ് സെയിം ആണ്. എ ബിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണ്, സി ഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ തന്നെയാണ് വരുന്നത്. ദെൻ ബി സി നമ്മുടെ ഹൊറിസോണ്ടൽ ബീം മെമ്പറിനകത്ത് ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ കോൺസെൻട്രേറ്റർ ലോഡ് എക്സെൻട്രിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സിമെട്രിക്കൽ ലോഡ് അല്ല, അൺസിമെട്രിക്കൽ ആണ് ഇവിടെ ലോഡിങ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ സ്വേ ഫ്രെയിം. ഓക്കെ, സോ ഈ ഒരു ഫ്രെയിം സ്വേ ഫ്രെയിം ആണ് ബിക്കോസ് ബി സി എന്ന് പറഞ്ഞ മെമ്പറിനകത്ത് എക്സെൻട്രിക് ആയിട്ട് ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ റീസൺ കാരണമാണ് ഒരു ഫ്രെയിം സ്വേ ആവുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തു. സോ ഇവിടെ ബി സി എന്ന് പറഞ്ഞ മെമ്പറിനകത്ത് എക്സെൻട്രിക് ആയിട്ട് അൺസിമെട്രിക്കൽ ആയിട്ട് ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫ്രെയിം എ ബി സി ഡി ഈസ് എ സ്വേ ഫ്രെയിം. ഓക്കെ, സോ കാനിസ് മെത്തേഡിൽ ഒരു സ്വേ ഫ്രെയിമിനെ എങ്ങനെ അനാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേഷൻ. സോ ഹിയർ ബി സി എന്ന് പറഞ്ഞ മെമ്പറിനകത്ത് ഒരു എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് എം ഓഫ് ബി സി is equal to minus W A B square by L square, that is minus 80 into 1.5 into 4.5 square by 6 square, that is minus 67.5 kilonewton meter. Similarly, M of C B is equal to plus W A square B by L square, that is 80 into 4.5 into 1.5 square by 6 square, that is 22.5 kilonewton meter. ദെൻ എ ബി എന്ന് പറഞ്ഞ മെമ്പറിലും അതുപോലെ സി ഡി എന്ന് പറഞ്ഞ മെമ്പറിലും നമ്മുടെ രണ്ട് വെർട്ടിക്കൽ മെമ്പേഴ്സിനകത്തും എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. Therefore, fixed moment is equal to 0. That is M of AB is equal to M of BA is equal to M of CD is equal to M of DC is equal to 0. Okay. So next step, rotation factor. So we have rotation factor is equal to minus 1 by 2 into distribution factor, that is minus 1 by 2 into K by sigma K. So നമ്മൾ ഓരോ ജോയിൻ ബിയിലെയും ജോയിൻ സിയും കൺസിഡർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. So first we consider join B. Join B യിൽ രണ്ട് മെമ്പേഴ്സ് ആണ് വരുന്നത്, ബി എ ആൻഡ് ബി സി. സോ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് സ്റ്റിഫ്നെസ് വാല്യൂ 4EI/L ആണ്. Then substitute the value of I. Here value of I is I and length of the member is 3 meter. So we get 4EI/3. Similarly, BC, C is a continuous support. Therefore, stiffness value is K is equal to 4EI/L. Here the moment of inertia is 4I and length of the member BC is 6 meter. So we get 4E into 4I/6, that is 8/3EI. The next column is sigma K, that is BA മെമ്പറിലെയും ബി സി മെമ്പറിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് ആഡ് ചെയ്യുക, that is 4EI/3 plus 8/3EI, that is 4EI. Then next rotation factor. Rotation factor is equal to minus 1 by 2 into K by sigma K. That is BA memberle rotation factor 4/3 minus 1 by 2 into 4/3EI/4, that is minus 0.167. BC memberle rotation factor is equal to minus 1 by 2 into 8/3EI divided by 4EI, that is minus 0.333. Similarly, next consider joint C. Joint C യിൽ രണ്ട് മെമ്പേഴ്സ് ആണ് വരുന്നത്, സി ബി ആൻഡ് സി ഡി. ഫസ്റ്റ് കൺസിഡർ സി ബി. സി ബി വരുമ്പോൾ ബി എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് ആണ്. സോ സ്റ്റിഫ്നെസ് വാല്യൂ K is equal to 4EI/L, that is 4E into moment of inertia of CB is 4I and length 6 meter. Therefore, stiffness value K is equal to 4E into 4I/6, that is 8/3EI. Next consider member CD. CD consider ചെയ്യുമ്പോൾ D എന്നുള്ള സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആണ്. Therefore, stiffness value 4EI/L. Here I is I and moment length of the member is 3 meter. Therefore, K is equal to 4/3EI. Then next sigma K. So സി ബി മെമ്പറിലെയും സി ഡി മെമ്പറിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് ആഡ് ചെയ്യുക. Therefore, we get 8/3EI plus 4/3EI, that is 4EI. Then next rotation factor. CB എന്ന് പറഞ്ഞ മെമ്പറിലെ റൊട്ടേഷൻ ഫാക്ടർ minus 1 by 2 into 8/3EI/4EI, that is minus 0.333.
Similarly, CD memberലെ rotation factor minus 1/2 into 4/3 EA by 4 EA, that is minus 0.167. നമ്മൾ രണ്ട് ജോയിൻസിലെയും മെമ്പേഴ്സ് കൺസിഡർ ചെയ്തു, കറസ്പോണ്ടിങ് റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇതൊരു സ്വേ ഫ്രെയിം ആണ്. സ്വേ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ആ സ്വേ കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് കൂടെ വരും. ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോൺ സ്വേ കേസസ് ആയിരുന്നു. നോൺ സ്വേ കേസിനകത്ത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് റൊട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റൊട്ടേഷൻ ഫാക്ടർ മാത്രം നമ്മൾ കണ്ടുപിടിച്ചിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്വേ ടൈപ്പ് ഫ്രെയിം ആണ്. സ്വേ ടൈപ്പ് ഫ്രെയിം ആകുമ്പോൾ അതിനകത്ത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് കൂടെ വരും. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ കണ്ടുപിടിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമാണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ. So next, displacement factor, that is displacement factor is equal to minus 3/2 into distribution factor. That is displacement factor is equal to minus 3/2 into k by sigma k. Our distribution factor ആണ് k by sigma k. So here displacement factor is equal to minus 3/2 into k by sigma k. Rotation factor is equal to minus 1/2 into k by sigma k. Also displacement factor is equal to minus 3/2 into k by sigma k. Okay. സോ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതുപോലെ നമ്മൾ ടേബിളാർ കോളം വരയ്ക്കുക. ഫസ്റ്റിനകത്ത് നമ്മുടെ സ്റ്റോറിയാണ് വരിക. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാനിസ് മെത്തേഡ് നമ്മൾ മൾട്ടി സ്റ്റോറി ഫ്രെയിംസിനൊക്കെ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം നമുക്ക് കുറേ സ്റ്റോറീസ് വരും. ബട്ട് ഹിയർ നമ്മുടെ സിലബസിനകത്ത് നമുക്ക് സിംഗിൾ സ്റ്റോറി ആയിട്ടുള്ള ഫ്രെയിമിനെ അനാലിസിസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റോറി തന്നെ, സ്റ്റോറി നമ്പർ 1. ദെൻ ഓരോ സ്റ്റോറിയിലും ഉള്ള മെമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. നേരത്തെ കേസിനകത്ത് റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ജോയിൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ജോയിൻസിലെ മെമ്പേഴ്സ് ആയിരുന്നു കൺസിഡർ ചെയ്തത്. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റോറി എടുക്കും, ആ സ്റ്റോറിയിലുള്ള എല്ലാ മെമ്പേഴ്സും വെർട്ടിക്കൽ മെമ്പേഴ്സും കൺസിഡർ ചെയ്യും, അതിന്റെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് സിലബസിനകത്ത് സിംഗിൾ സ്റ്റോറി സിംഗിൾ ബേ ഫ്രെയിം ആണ് വരുന്നത്. സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ ഒറ്റ സ്റ്റോറി ഉണ്ടാവുള്ളൂ. സിംഗിൾ ബേ എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ ബേ ആണ്. ഇവിടുന്ന് ഈ ഒരു ഒറ്റ 2 കോളം കണക്റ്റഡ് ടു എ ബീം, അതിനെയാണ് നമ്മൾ സിംഗിൾ ബേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം നമ്മുടെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കോളംസും ബീംസും ഒക്കെ ഉണ്ടാവും. സോ ഇത് ഒരു 3 ബേ ഫ്രെയിം ആണ്. ഇതിനെ നമ്മൾ ഒരു ബേ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് സിലബസിനകത്ത് സിംഗിൾ ബേ ആൻഡ് സിംഗിൾ സ്റ്റോറി ഉള്ളൂ. നമുക്ക് മൾട്ടി സ്റ്റോറി ആകുമ്പോൾ ഡിഫറെന്റ് സ്റ്റോറീസ് ഉണ്ടാവും, ഡിഫറെന്റ് ബേസ് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഹിയർ നമുക്ക് സിലബസിനകത്ത് സിംഗിൾ സ്റ്റോറി സിംഗിൾ ബേ ആയിട്ടുള്ള ഫ്രെയിമിന്റെ അനാലിസിസ് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റോറി ഒറ്റ സ്റ്റോറിയേ ഉള്ളൂ, സ്റ്റോറി 1. ദെൻ മെമ്പർ, ഒരു സ്റ്റോറിനകത്തുള്ള വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ സ്വയുടെ എഫക്ട് വരുന്നത് നമ്മുടെ വെർട്ടിക്കൽ മെമ്പേഴ്സ്, അതായത് കോളത്തിനാണ് നമ്മുടെ സ്വയുടെ എഫക്ട് വരുള്ളൂ. ഹൊറിസോണ്ടൽ മെമ്പർ ആയിട്ടുള്ള ബേസിക്ക് സ്വയുടെ എഫക്ട് ഒന്നും ഉണ്ടാവില്ല. വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിട്ടുള്ള എ ബിക്കും സി ഡിക്കും ആണ് സ്വയുടെ എഫക്ട് ഉണ്ടാവുക. സോ നമ്മൾ വെർട്ടിക്കൽ മെമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റോറിയിലുള്ള എല്ലാ വെർട്ടിക്കൽ മെമ്പേഴ്സും കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിനകത്ത് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണുള്ളത്, ഒന്ന് എ ബി ആൻഡ് ഒന്ന് സി ഡി അല്ലെങ്കിൽ ഡി സി. ദെൻ എ ബിനകത്തുള്ള സ്റ്റിഫ്നെസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എ ബി കൺസിഡർ ചെയ്യുമ്പോൾ ബി നമ്മുടെ ഫിക്സഡ് എൻഡ് ആണ്. ഓക്കെ, സോ സ്റ്റിഫ്നെസ് വാല്യൂ 4EI/L, ദാറ്റ് ഈസ് 4EI/3 എന്ന് വരും. സി ഡി അല്ലെങ്കിൽ ഡി സി കൺസിഡർ ചെയ്യുമ്പോഴും സ്റ്റിഫ്നെസ് വാല്യൂ 4EI/3 ആണ് വരിക. ദാറ്റ് ഈസ് നമ്മുടെ എൻഡ് സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്. എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി എന്നുള്ളത് കണ്ടിന്യൂസ് സപ്പോർട്ടാണ്, അതുകൊണ്ട് 4EI/L വരും. ബി എ കൺസിഡർ ചെയ്യുകയാണെങ്കിലും എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ടാണ്, സോ 4EI/L തന്നെയാണ് വരിക. Therefore, we get sigma k. Sigma k is equal to 4EI/3 plus 4EI/3, that is 8/3EA. സോ ഈ ഒരു സ്റ്റോറിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ കറസ്പോണ്ടിങ് എല്ലാ മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ് വാല്യൂസ് ആഡ് ചെയ്യുക, അതാണ് നമ്മുടെ സിഗ്മ കെ. സോ വി ഗെറ്റ് 8/3EA. ദെൻ ദ നോട്ട് റൊട്ടേഷൻ ഫാക്ടർ, ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ നമ്മൾ DF എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്യും, ബട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് ചേഞ്ച് ആകരുത്. ഓക്കെ, സോ ഹിയർ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു -3/2 into k by sigma k. So ABയിലെ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ -3/2 into 4/3EI divided by 8/3EI, that is -0.75. Similarly DC നമ്മുടെ സെക്കൻഡ് കോളം സെക്കൻഡ് മെമ്പറിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ is equal to -3/2 into 4/3EI divided by 8/3EI, that is -0.75. So here length of the member, moment of inertia എല്ലാം സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ രണ്ട് വെർട്ടിക്കൽ മെമ്പേഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടറും സെയിം ആയിട്ട് കിട്ടി, -0.75. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്യാനിസ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം.
ഫസ്റ്റ് സൈക്കിളൊക്കെ നമ്മുടെ നോൺ സ്വേ ഫ്രെയിമിന്റെ അതുപോലെ തന്നെയാണ് വരിക. എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. സ്വേ ഫ്രെയിം കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. സോ ആ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ വാല്യൂസ് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് നമുക്ക് ക്യാനിസ് ടേബിൾ വരക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാനിസ് ടേബിൾ. നമ്മൾ ഫസ്റ്റ് ക്യാനിസ് ടേബിളിൽ നമ്മുടെ ജോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. എ ബി സി ഡി. ഓക്കെ, ബിനകത്തും സിനകത്തും നമ്മൾ ബോക്സ് വരച്ചു. എയിലെ ഫിക്സഡ് മൊമെന്റ് മാർക്ക് ചെയ്തു 0 ആണ്. എ ബിയിലെ ഫിക്സഡ് മൊമെന്റ്. ദെൻ ഡിയിലും ഫിക്സഡ് മൊമെന്റ് 0 ആണ്. ദെൻ നമ്മുടെ ബോക്സ് ബിനകത്ത് സെന്ററിൽ നമ്മൾ ബോക്സ് മാർക്ക് ചെയ്തു. ദെൻ ഫിക്സഡ് മൊമെന്റ്സ് അലോങ് ദ മെമ്പർ ബി സി -67.5 ആണ്. ദെൻ സി ബിയിലെ ഫിക്സഡ് മൊമെന്റ് 22.5 ആണ്. ദെൻ ഈ ഒരു സിഗ്മ എം ബിയുടെ വാല്യൂ നമുക്ക് ബോക്സ് ബിനകത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ സിഗ്മ എം സിയുടെ വാല്യൂ ഈ ബോക്സിലും മാർക്ക് ചെയ്യാം. സോ -67.5 ദാറ്റ് ഈസ് ബി എ എന്ന് പറഞ്ഞാൽ മെമ്പറിലെ ഫിക്സഡ് മൊമെന്റ് 0 ആണ്. ബി സിയിൽ മാത്രമേ ഫിക്സഡ് മൊമെന്റ് ഉള്ളൂ. സോ സിഗ്മ എം ബിയുടെ വാല്യൂ -67.5 എന്ന് വന്നു. അതുപോലെ സിഗ്മ എം സി കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ എം സിയുടെ വാല്യൂ എം സി ബി പ്ലസ് എം സി ഡി ആണ്. എം സി ഡിയുടെ വാല്യൂ 0 ആണ്. എം സി ബി മാത്രമേ ഉള്ളൂ. സോ എം സി ബിയുടെ വാല്യൂ 22.5. സോ സിഗ്മ എം സിയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ മാർക്ക് ചെയ്യാം. സോ ബി യിലെ റൊട്ടേഷൻ ഫാക്ടർ -0.167, ബി സിയിലെ റൊട്ടേഷൻ ഫാക്ടർ -0.333, ദെൻ സി ബിയിലെ റൊട്ടേഷൻ ഫാക്ടർ -0.333, ദെൻ സി ഡിയിലെ റൊട്ടേഷൻ ഫാക്ടർ -0.167. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിനകത്ത് നമ്മൾ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റൊട്ടേഷൻ ഫാക്ടർ മാർക്ക് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കൂടെ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ നമ്മൾ ഈ ഒരു കോളത്തിന്റെ സെൻട്രലായിട്ടാണ് മാർക്ക് ചെയ്യുക. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ വരും. അത് നമുക്ക് ഇവിടെ താഴെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. സെൻട്രൽ കോളത്തിന്റെ സെൻട്രലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടും ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് എയിലും ഡിയിലും നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് ഉണ്ടായിരിക്കില്ല, 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ സെൻട്രലിൽ മാർക്ക് ചെയ്തു നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ -0.75 എ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ. അതുപോലെ സി ഡി അല്ലെങ്കിൽ ഡി സി എന്ന് പറഞ്ഞ മെമ്പറിലെയും ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ -0.75 ആണ്. അതിവിടെ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് സൈക്കിൾ, സോ വി ഹാവ് എം ഡാഷ് ബി is equal to rotation factor into sigma fixed moment at joint B plus sigma rotation contribution from far end plus displacement contribution. സോ ഇവിടെ നമുക്ക് ബി എന്ന് പറഞ്ഞ മെമ്പറിൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി പ്ലസ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്, അതിന്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ എം ഡാഷ് ബി is equal to RF into sigma MB, that is fixed moment at the joint B, then rotation contribution from far end. ബിയുടെ ഫാർ എൻഡ് ഒന്ന് എ ആണ്, ഒന്ന് സി ആണ്. ഓക്കെ, സോ എയിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പർ എ ബി ആണ്. സോ എം ഡാഷ് എ ബിയുടെ വാല്യൂ വേണം, ദെൻ എം ഡാഷ് സി ബിയുടെ വാല്യൂ വേണം. ദെൻ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷന് ഇപ്പൊ നമ്മൾ ബി എന്ന് പറഞ്ഞ മെമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ബി എയിലേക്ക് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ എം ഡബിൾ ഡാഷ് ബി എ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനെ എം ഡബിൾ ഡാഷ് ബി എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എം ഡബിൾ ഡാഷ് ബി എ അല്ലെങ്കിൽ എം ഡബിൾ ഡാഷ് എ ബി. നമ്മുടെ എ ബി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ മെമ്പറിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ. സോ സ്ട്രേ ഫ്രെയിം ആയതുകൊണ്ട് നമുക്കിവിടെ എക്സ്ട്രാ ടേം ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ള എക്സ്ട്രാ ടേം കൂടെ വന്നു. ഓക്കെ, സോ ഇത് നമ്മുടെ ഫസ്റ്റ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. സോ ഇനീഷ്യൽ വാല്യൂസ് നമുക്ക് എം ഡാഷ് എ ബിയുടെയും എം ഡാഷ് സി ബിയുടെയും എം ഡബിൾ ഡാഷ് ബി എയുടെ വാല്യൂസ് ഒന്നും അറിയില്ല. സോ നമ്മൾ അതെല്ലാം 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് സൈക്കിളിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂസ് അറിയാത്തത് ഇതിനെ നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഡാഷ് ബി യുടെ റൊട്ടേഷൻ ഫാക്ടർ -0.167 ഇൻറ്റു സിഗ്മ എം ബി -67.50, ദെൻ എം ഡാഷ് എ ബി, എ എന്നുള്ളൊരു ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് എം ഡാഷ് എ ബി 0 തന്നെ ആയിരിക്കും. ദെൻ എം ഡാഷ് സി ബിയുടെയും എം ഡബിൾ ഡാഷ് ബി യുടെയും വാല്യൂ നമ്മൾ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So we get 11.27 m dash BA, that is rotation contribution along the member BA is equal to 11.27. Similarly, m dash BC is equal to rotation factor -0.333 into sigma fixed moment -67.5, then m dash AB 0, m dash CB 0, m double dash BA 0. So we get m dash BC is equal to 22.47.
നെക്സ്റ്റ് എം ഡാഷ് സി ബി. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എം ഡാഷ് സി ബി ആണ്. എം ഡാഷ് സി ബിയുടെ ഇക്വേഷൻ റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു സിഗ്മ ഫിക്സഡ് മൊമെന്റ് അറ്റ് ദ ജോൺ സി. ഹിയർ നമ്മുടെ ജോൺ സി ആണ്. ദെൻ സിയുടെ ഫാർ എൻഡ് ബിയും ഡിയും ആണ്. സോ എം ഡാഷ് ബി സി പ്ലസ് എം ഡാഷ് ഡി സി. ദെൻ വി ഹാവ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ വരും. ഹിയർ എം ഡബിൾ ഡാഷ് സി ഡി ഓർ ഡി സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ എം ഡാഷ് സി ബി ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ മൈനസ് 0.333. ദെൻ സിഗ്മ എം സി 22.5. ദെൻ എം ഡാഷ് ബി സി. ഹിയർ നമുക്ക് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എം ഡാഷ് ബി സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 22.47. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എം ഡാഷ് ഡി സിയുടെ വാല്യൂ 0 ആണ്. ദെൻ എം ഡബിൾ ഡാഷ് സി ഡിയുടെ വാല്യൂ അഗെയിൻ 0 ആണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് -15. Similarly, m dash cd is equal to rotation factor change ചെയ്തു minus 0.167 into sigma mc 22.5 plus m dash bc 22.47. Then m dash dc and m double dash dc also 0. So we get -7.5. നമ്മുടെ എല്ലാ മെമ്പേഴ്സിലെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞ ജോയിന്റ് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് എം ഡാഷ് എ ബിയുടെ വാല്യൂ 0 ആയിരുന്നു. സോ ബി എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ മെമ്പർ കൺസിഡർ ചെയ്തു. ദെൻ ബി സി, സി ബി, സി ഡി. ദെൻ എം ഡാഷ് ഡി സിയും 0 ആണ്, കാരണം ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സൈക്കിളിലെ എല്ലാ വാല്യൂസിൻ്റെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഫസ്റ്റ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സൈക്കിൾ 1 കംപ്ലീറ്റ് ആയിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ. സോ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ ഇതാണ്. ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇൻറ്റു സ്റ്റോറി മൊമെന്റ് പ്ലസ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് കോളംസ് എ ബി ആൻഡ് സി ഡി. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇൻറ്റു സ്റ്റോറി മൊമെന്റ് പ്ലസ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് കോളംസ് എ ബി ആൻഡ് സി ഡി. ഇവിടെ സ്റ്റോറി മൊമെന്റ് എന്നുള്ള ടേം ഉണ്ട്. സ്റ്റോറി മൊമെന്റിന്റെ ഇക്വേഷൻ സ്റ്റോറി മൊമെന്റ് ഇസ് ഈക്വൽ ടു ഒരു സ്റ്റോറിയിൽ വരുന്ന നമുക്ക് ഇവിടെ ഈ ഒരു കേസിനകത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റോറി മാത്രമേ ഉള്ളൂ. സോ ആ ഫസ്റ്റ് സ്റ്റോറിയിൽ വരുന്ന മൊമെന്റ് ആണ് സ്റ്റോറി മൊമെന്റ്. സോ സ്റ്റോറി മൊമെന്റ് ഇസ് ഈക്വൽ ടു എസ് ആർ ഇൻറ്റു എച്ച് ആർ ബൈ 3 ആണ്. എസ് ആർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൊറിസോണ്ടൽ ഷിയർ, എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ കോളം, ഹൈറ്റ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ സ്റ്റോറി ആണ് എച്ച് ആർ, ദാറ്റ് ഈസ് നമ്മുടെ ഹൈറ്റ് ഓഫ് കോളം. സോ നമുക്കിവിടെ സ്റ്റോറി ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ആർ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഷിയർ ആണ്. സ്റ്റോറി ഷിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയിൽ വരുന്ന എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സസും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് സ്റ്റോറി ഷിയർ. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിനകത്തുള്ള എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സസും ആഡ് ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നുമില്ല. എ ബി എടുക്കുകയാണെങ്കിലും സി ഡി എടുക്കുകയാണെങ്കിലും അവിടെ ഒന്നും ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. നമുക്ക് ബി സി എന്ന് പറഞ്ഞ മെമ്പറിനകത്ത് ഒരു വെർട്ടിക്കൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ എ ബി മെമ്പറിലും സി ഡി മെമ്പറിലും ഹൊറിസോണ്ടൽ ലോഡ് ഒന്നും തന്നെ ഇല്ല. Therefore, story shear, that is sigma horizontal force is equal to 0 ആണ്. ഓക്കെ, ദെൻ എച്ച് ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയുടെ ഹൈറ്റ് ആണ്. അതായത് ഇവിടെ നമ്മുടെ കോളത്തിന്റെ ഹൈറ്റ് ആണ്. ഇവിടെ രണ്ട് കോളം കൺസിഡർ ആണെങ്കിൽ സെയിം ഹൈറ്റ് ആണ്. സോ എച്ച് ആർ ഇസ് ഈക്വൽ ടു സ്റ്റോറി ഹൈറ്റ്, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ കോളം ഇസ് ഈക്വൽ ടു 3 മീറ്റർ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്റ്റോറി മൊമെന്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് ആറിന്റെ വാല്യൂ 0 ആണ്. 0 ഇൻറ്റു 3/3, ദാറ്റ് ഈസ് വി ഗെറ്റ് സ്റ്റോറി മൊമെന്റ് ഇസ് ഈക്വൽ ടു 0 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ നമ്മുടെ സ്റ്റോറി മൊമെന്റിന്റെ വാല്യൂ നമുക്ക് 0 കിട്ടി, കാരണം ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യാത്തതുകൊണ്ട്. ദെൻ സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് കോളംസ് എ ബി സി ഡി. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത എം ഡാഷ് എ ബിയുടെയും എം ഡാഷ് ബി എയുടെയും എം ഡാഷ് സി ഡിയുടെയും എം ഡാഷ് ഡി സിയുടെയും വാല്യൂ ആണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ അലോങ് ദ മെമ്പർ എ ബി കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എം ഡബിൾ ഡാഷ് ബി എ. എ ബി ആണെങ്കിലും ബി ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് കോളം എ ബി എന്ന് പറഞ്ഞ കോളത്തില് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസ് ഈക്വൽ ടു എം ഡബിൾ ഡാഷ് ബി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇൻറ്റു എം ഡാഷ് എ ബി. നമുക്കിവിടെ ഉള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് കോളംസ് എ ബി ആൻഡ് സി ഡി ആണ്. നമുക്കിവിടെ മെമ്പേഴ്സ് ഉള്ളത് വെർട്ടിക്കൽ മെമ്പേഴ്സ് എ ബി സി ഡി ആണുള്ളത്. So at the top and bottom of columns A, B and C, D. So A, B ലെ rotation contribution വേണം, B ലെ rotation contribution, C, D ലെ rotation contribution and D, C ലെ rotation contribution. 4 rotation contributions വരും at the top and bottom of column A, B and C, D എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So we have displacement factor into M dash A, B plus M dash B A plus M dash C, D plus M dash D, C.
So displacement factor minus 0.75. Then m dash AB യുടെ വാല്യൂ 0 ആണ്. m dash AB A എന്നുള്ള ഫിക്സഡ് സപ്പോർട്ട് ആണ്. m dash AB യുടെ വാല്യൂ 0. Then m dash B യുടെ വാല്യൂ 11.27. Then m dash CD യുടെ വാല്യൂ minus 7.5. Then m dash DC യുടെ വാല്യൂ 0. So ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we get minus 2.82. So displacement contribution along the member AB is equal to minus 2.82. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യാണ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എം ഡബിൾ ഡാഷ് സി ഡി ഈക്വൽ ടു ഇക്വേഷൻ തന്നെയാണ്, കാരണം രണ്ട് കോളംസ് ആണ് വരുന്നത്. രണ്ട് കോളംസിലെയും എല്ലാ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ആണ് വരുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ഇൻറ്റു എം ഡാഷ് എ ബി പ്ലസ് എം ഡാഷ് ബി എ പ്ലസ് എം ഡാഷ് സി ഡി പ്ലസ് എം ഡാഷ് ഡി സി ഈക്വൽ ടു minus 0.75 into 11.27 plus 0 plus minus 7.5 plus 0, that is minus 2.82. Here നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ സെയിം ആണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇതും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുക. സോ നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മുടെ ക്യാനിസ് ടേബിളിൽ മാർക്ക് ചെയ്യാം. നേരത്തെ മുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ക്യാനിസ് ടേബിളിനകത്ത് കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് സെക്കൻഡ് സൈക്കിൾ ചെയ്യാം. സോ മൂവ് ടു സെക്കൻഡ് സൈക്കിൾ. സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സോ എം ഡാഷ് ബി is equal to ഫസ്റ്റ് റൊട്ടേഷൻ ഫാക്ടർ minus 0.167 into സിഗ്മ എം ബി minus 67.50. ദെൻ എം ഡാഷ് എ ബി 0. എം ഡാഷ് സി ബി നമുക്ക് തൊട്ട് മുമ്പത്തെ സൈക്കിൾ 1 നമുക്ക് എം ഡാഷ് സി ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഓൾസോ എം ഡബിൾ ഡാഷ് ബി എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എം ഡബിൾ ഡാഷ് ബി എയുടെ വാല്യൂ minus 2.82 കിട്ടി. സോ ഈ ഒരു സൈക്കിളിൽ വരുമ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും തൊട്ട് മുമ്പത്തെ സൈക്കിളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഡയറക്റ്റ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം ഡാഷ് ബി എ is equal to 14.25. Next is m dash bc. Then rotation factor change ആയി minus 0.333 into sigma mb minus 67.50. Then m dash ab 0, m dash cb minus 15, m double dash ba minus 2.82. So we get 28.41. m dash ba യും m dash bc യും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് m dash cb, ഇവിടെ നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ minus 0.333. Then sigma mc യുടെ വാല്യൂ 22.5, sigma mc, then m dash bc, m dash dc, then m double dash dc, dc or cd എന്തായാലും കുഴപ്പമില്ല. So we get m dash cb is equal to minus 0.333 into sigma mc 22.5, then m dash bc തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 28.41. Then m dash dc, d എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് m dash dc യുടെ വാല്യൂ 0. Then m double dash dc minus 2.82. So we get m dash cb is equal to minus 16.01. Similarly, m dash cd is equal to rotation factor minus 0.167 into sigma mc 22.5 plus m dash bc 28.41 plus m dash dc 0 minus m double dash dc minus 2.82. So we get m dash cd is equal to minus 8.03. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സൈക്കിളിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ is equal to displacement factor into story moment plus sigma rotation contribution at the top and bottom of columns A, B and C, D. Here also story moment ചേഞ്ച് ഒന്നും വരില്ല, നമുക്ക് സ്റ്റോറി മൊമെന്റ് വാല്യൂ 0 തന്നെയാണ് വരിക. So m double dash b is equal to displacement factor into m dash ab plus m dash ba plus m dash cd plus m dash dc. So നമുക്ക് സെക്കൻഡ് സൈക്കിളിനകത്ത് ഈ വാല്യൂസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. minus 0.75 into m dash ab യുടെ വാല്യൂ 0 ആണ്. then m dash ba 14.25, m dash cd minus 8.03, m dash dc 0. So we get minus 4.66. Similarly, m double dash cd, that is the displacement contribution along the member cd. Displacement factor into m dash ab plus m dash ba plus m dash cd plus m dash dc, that is minus 0.75 into 14.25 plus 0 minus 8.03 plus 0 minus 4.66. So move to third cycle. M dash b is equal to rotation factor minus 0.167 into sigma mb minus 67.50, m dash ab 0, m dash cb minus 16.01, then m double dash ba minus 4.66. സെക്കൻഡ് സൈക്കിളിൽ കിട്ടിയ വാല്യൂസ് ആണ് നമ്മൾ തേർഡ് സൈക്കിളിൽ യൂസ് ചെയ്യുക. സോ വി ഗെറ്റ് m dash b is equal to 14.72.
Next, m dash BC is equal to rotation factor minus 0.333 into sigma MB minus 67.5 plus m dash AB 0, m dash CB minus 16.01, then m double dash BA minus 4.6. So we get 29.36. m dash CB is equal to rotation factor minus 0.333 into sigma MC 22.5 plus m dash BC value ഇവിടെ കിട്ടി 29.36, then m dash DC 0, then m double dash DC minus 4.66. So we get minus 15.72. Then m dash CD is equal to rotation factor minus 0.167, sigma MC 22.5, then m dash BC 29.36, m dash DC 0, m double dash DC minus 4.66. So we get m dash CD is equal to minus 7.88. നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ. നമുക്കിപ്പോൾ തേർഡ് സൈക്കിളിനകത്ത് എം ഡാഷ് എ ബിയുടെയും എം ഡാഷ് ബി എ സി ഡിയുടെയും ഒക്കെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get m double dash BA is equal to displacement factor into m dash AB plus m dash BA plus m dash CD plus m dash DC, that is minus 0.75 into m dash AB 0 ആണ്, m dash BA 14.72, then m dash CD minus 7.88, then m dash DC 0, so we get minus 5.13. Next, m double dash CD is equal to displacement factor into m dash AB plus m dash BA plus m dash CD plus m dash DC, which is equal to minus 0.75 into 0, m dash AB 0, m dash BA 14.72, m dash CD minus 7.88, m dash DC 0, so we get minus 5.13. So third cycle in displacement contributions calculate ചെയ്തു. സോ ഈ വാല്യൂസും നമ്മൾ സെക്കൻഡ് സൈക്കിളിലെ വാല്യൂസ് എഴുതിയിട്ട് തൊട്ട് താഴെ തേർഡ് സൈക്കിളിലെ വാല്യൂസ് എഴുതുക. ദെൻ കമ്പയർ ചെയ്യുക. സെക്കൻഡ് സൈക്കിളിൽ കിട്ടിയ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസും ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും തേർഡ് സൈക്കിളിൽ കിട്ടിയ റൊട്ടേഷൻ കോൺട്രിബ്യൂഷനായിട്ടും ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനായിട്ട് കമ്പയർ ചെയ്യുക. അത് തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈക്കിൾ കൂടെ ചെയ്യാം. സോ നെക്സ്റ്റ് മൂവ് ടു ഫോർത്ത് സൈക്കിൾ. So we have m dash B is equal to rotation factor minus 0.167 into sigma MB minus 67.5, then m dash AB 0, m dash CB minus 15.72. Third cycle kitty value, then m double dash BA minus 5.13. So we get m dash BA is equal to 14.75. Next, m dash BC is equal to rotation factor minus 0.333 into sigma MB minus 67.50. Then m dash AB 0, m dash CB minus 15.72. Then m double dash BA minus 5.13. So we get m dash BC equal to 29.42. Next, MCB is equal to rotation factor minus 0.333 into sigma MC 22.5, then m dash BC 29.42, the given value. Then m dash DC 0, then m double dash DC minus 5.13. So we get m dash CB is equal to minus 15.58. Next, m dash CD is equal to rotation factor minus 0.167 into sigma MC 22.5, then m dash BC 29.42, then m dash DC 0, m double dash DC equal to minus 5.13, so we get minus 7.81. Then cycle 4 കിട്ടിയ rotation values chance table mark ചെയ്യാം. Next, displacement contribution. So displacement contribution m double dash BA is equal to displacement factor into m dash AB plus m dash BA plus m dash CD plus m dash DC. Cycle 3 കിട്ടിയ m dash AB യുടെയും m dash BA യുടെയും m dash CD യുടെയും m dash DC യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m dash AB 0 ആണ്, m dash BA 14.75, m dash CD minus 7.81, m dash DC 0 into 0.75 minus 0.75, so we get minus 5.21. Similarly, m double dash CD is equal to displacement factor into m dash AB plus m dash BA plus m dash CD plus m dash DC is equal to minus 0.75 into 14.72 plus 0 plus minus 7.88 plus 0, that is minus 5.21. So നമ്മുടെ ഫോർത്ത് സൈക്കിളിലെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമുക്ക് ക്യാൻഡിസ് ടേബിളിൽ ഇതെല്ലാം മാർക്ക് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് സൈക്കിളിൽ കിട്ടിയ വാല്യൂസ് മാർക്ക് ചെയ്യാം. സോ ബി എയിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 11.27, ദെൻ ബി സിയിൽ 22.47, സി ബി മൈനസ് 15, സി ഡി മൈനസ് 7.5. ദെൻ ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസ് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻസ് ആണ്. Here also ഈ മാർക്ക് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ, that is m double dash
CD or DC. Here M double dash BA. Okay. So second cycle values mark ചെയ്യാം. Then നമ്മൾ കമ്പയർ ചെയ്തു 20 to 28. സോ ഡിഫറൻസ് ഉണ്ട് 6, 4 ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ അഗെയിൻ നമ്മൾ തേർഡ് സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്തു. തേർഡ് സൈക്കിളും സെക്കൻഡ് സൈക്കിളും വാല്യൂസ് തമ്മിൽ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ. ദെൻ നമ്മൾ ഫോർത്ത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഫോർത്ത് സൈക്കിളിലെ വാല്യൂസ് എഴുതുക. സോ ഇവിടെ നമ്മൾ ഫോർത്ത് സൈക്കിളും തേർഡ് സൈക്കിളും വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നിയറസ്റ്റ് വാല്യൂസ് ആണ് രണ്ടും വരുന്നത്. അതായത് ഡിഫറൻസ് നെഗ്ലിജിബിൾ ആണ്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്യാനിസ് പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ഡബിൾ ഡാഷ് ബി എ ആണ്, എം ഡബിൾ ഡാഷ് ബി സി അല്ലെങ്കിൽ സി ഡിയുടെ വാല്യൂസ്. സോ ഇത് എം ഡാഷ് എ ബി ബി എ, this one m dash bc, and here m dash cb, and this one m dash cd. Then m dash dc the value 0 ആണ്, m dash ab the value 0 ആണ്. ഓക്കെ. സോ നമുക്ക് ഈ ഫൈനൽ സൈക്കിളിലെ വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. So next step, calculation of final moment. So final moment is equal to fixed end moment A plus 2 into near end rotation contribution plus far end rotation contribution plus displacement contribution. So ഇവിടെ സ്വേ ഫ്രെയിമിനകത്ത് നമുക്ക് എക്സ്ട്രാ ടേം വന്നു, ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ നമ്മൾ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. സോ നമുക്ക് നേരത്തെ പോലെ തന്നെ ടേബിൾ ആയിട്ട് വരക്കാം. സോ ഓരോ മെമ്പറും മാർക്ക് ചെയ്തു. ദെൻ കറസ്പോണ്ടിങ് ഫിക്സഡ് മൊമെന്റ്സ്, എ ബിയിലെ ഫിക്സഡ് മൊമെന്റ് 0 ആണ്, ബി എൽ 0, ബി സി -67.5, സി ബി 22.5, സി ഡി 0, ഡി സി 0. ദെൻ നിയർ ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ്, ദാറ്റ് ഈസ് നമ്മുടെ എം ഡാഷ് എ ബി അല്ലെങ്കിൽ ബി എയുടെ ഒക്കെ വാല്യൂ. സോ എ ബി മെമ്പറിലെ വാല്യൂ എം ഡാഷ് എ ബി, സോ 2 into 0. ദെൻ ബി എല് എം ഡാഷ് ബിയുടെ വാല്യൂ 14.75 ആണ്, സോ 2 into 14.75. Then BC la rotation contribution m dash BC 29.42, so 2 into 29.42. CB la rotation value -15.58. Then CD la rotation value -7.81. DC la rotation value m dash DC equal to 0. Then far end rotation contribution. Far end AB da far end BA, so BA da value for m dash BA 14.75. Then BA da far end AB ആണ്, m dash AB 0. Then BC the far end CB, m dash CB -15.58. Then CB the far end BC, that is m dash BC m dash BC 29.42. Then CD the far end DC, m dash DC the value 0 ആണ്. Then DC the far end CD ആണ്, m dash CD -7.81. Then next term extra term വന്നത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ കൂടെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. സോ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷന്റെ ടേം നമുക്ക് വെർട്ടിക്കൽ മെമ്പേഴ്സിൽ, കോളം മെമ്പേഴ്സിൽ മാത്രമേ വരുള്ളൂ. കാരണം കോളം മെമ്പേഴ്സിനാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. ബീം മെമ്പർ ആയിട്ടുള്ള ബി സി ഡിസ്പ്ലേസ്മെന്റിന്റെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. സോ നമുക്ക് എ ബി, ബി എ, സി ഡി ആൻഡ് ഡി സി ഈ 4 മെമ്പേഴ്സിലാണ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടതുള്ളൂ. ബി സി ആൻഡ് സി ബിയിലെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും. ഓക്കെ. സോയുടെ എഫക്റ്റ് ബീം മെമ്പറിലേക്ക് വരില്ല, കോളം മെമ്പേഴ്സിൽ മാത്രമേ എഫക്റ്റ് വരുള്ളൂ. So displacement contribution, AB displacement contribution -5.21, BA displacement contribution -5.21, then CD displacement contribution -5.21, DC also -5.21. Then we can calculate final moment. Final moment is equal to fixed end moment plus 2 into near end rotation contribution plus far end rotation contribution plus displacement contribution. So ഈ 4 values add ചെയ്യുക. So final moment along the member AB is equal to 0 plus 2 into 0 plus 14.75 minus 5.21, that is 9.54 kilonewton meter. Next BA 0 plus 2 into 14.75 plus 0 minus 5.21 is equal to 24.29. Then final moment along the member BC is equal to -67.5 plus 2 into 29.42 minus 15.58 plus 0, that is -24.25. Then CB 22.5 plus 2 into -15.58 plus 29.42 plus 0 is equal to 20.76. Then
Final moment along the member CD is equal to 0 plus 2 into minus 7.81 plus 0 minus 15 minus 5.21 is equal to minus 20.83. Then DC le final moment is 0 plus 0 minus 7.81 minus 5.21 is equal to minus 13.02. So എല്ലാ മെമ്പേഴ്സിലെയും ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് സ്ക്വയർ ഫ്രെയിമിനെ കാനിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനാലിസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.